നമസ്കാരം. വീഗ്രീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ വളരെ നല്ലൊരു പഴച്ചെടിയാണ് അബിയു എന്ന് പറയുന്നത്. വളരെ അധികം വെറൈറ്റി ചെടികൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ ജയൻ്റ് അബിയു അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള അബിയു, അങ്ങനെ പല തരത്തിലുള്ള അബിയു ഉണ്ട്. പക്ഷേ അബിയു വെച്ചിട്ടുള്ള എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും, പൂവ് കണ്ടമാനം ഉണ്ടാവും, പക്ഷേ ഇതൊന്നും കായായിട്ട് മാറാറില്ല. ഈ ചെടിയിലും ഇതേപോലെ തന്നെയായിരുന്നു. ഇതൊരു 2 വർഷം മുന്നേ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിറച്ച് പൂ പിടിക്കുമായിരുന്നു ആദ്യത്തെ തവണ. അത് മുഴുവൻ കൊഴിഞ്ഞു പോവുമായിരുന്നു. അതേപോലെ തന്നെയാണ് ഉറുമ്പിൻ്റെ ശല്യം ഇതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ മാത്രം ഒരു പ്രശ്നമാണ്, നമ്മുടെ അബിയു പ്ലാന്റിൻ്റെ മാത്രം ഒരു പ്രശ്നമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. അബിയു കണ്ടില്ലേ, ഇല ഒഴികെ ബാക്കി എല്ലാ തണ്ടിലും മുഴുവനും പൂ പിടിക്കും. ഇത് മുഴുവൻ ഭൂരിഭാഗം കൊഴിഞ്ഞു പോകും. ഒരു 2% അല്ലെങ്കിൽ 1% ഇതിൽ കായ പിടിക്കുന്നുള്ളൂ. നമ്മളതിൽ പല രീതിയിലുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ എന്നിരുന്നാലും പൂ കൊഴിച്ചിലൊക്കെ അതേപോലെ തന്നെ തുടരാറാണ് പതിവ്. ഇത് ആദ്യത്തെ ഒരു 3-4 തവണ ഇങ്ങനെ പൂവുണ്ടായത് മുഴുവൻ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഈ പൂവിന് കായായി മാറുന്ന ഒരു പെർസെൻറ്റേജിൽ ചെറിയൊരു വ്യത്യാസം കാണാം. നമുക്കൊരു 1%, 2% ഒക്കെ നമുക്ക് പതുക്കെ കായ പിടിച്ചു പോകും. ഇത് അതിന് മുന്നേ ഇട്ട് ചിലത് കറുത്ത കളറിലുള്ള ചെറിയ കായ ഉണ്ടായിട്ട് അതും കൊഴിഞ്ഞു പോകാറുണ്ട്. പക്ഷേ അത് നമ്മുടെ ചെടിയുടെ മാത്രം ഒരു കുഴപ്പമൊന്നും ആയിരിക്കില്ല. ഒരു 3-4 വയസ്സൊക്കെ ചെടിക്ക് വരേണ്ടി വരും. അതിൻ്റെ തണ്ടൊന്ന് കട്ടിയായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കായ പിടിക്കാൻ സാധിക്കൂ. അല്ലാതെ ഇത് പോളിനേഷൻ്റെ ഒരു പ്രശ്നം കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ ചെടി നല്ല രീതിയിൽ പൂ പിടിക്കാനും കായ പിടിക്കാനും ചെയ്തു കൊടുക്കാവുന്ന 1-2 പൊടിക്കൈകളുണ്ട്. അതിലൊന്ന് നമുക്ക് DAP എന്ന് പറയുന്ന ഡയമോണിയം ഫോസ്ഫേറ്റ് ഒക്കെ മേടിച്ചിട്ട് വേണമെങ്കിൽ നേർപ്പിച്ച് ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഒരു 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ പൊട്ടാഷ് വളം ഉണ്ടല്ലോ, സാധാരണ കിട്ടുന്ന നമ്മുടെ വളക്കടകളിലൊക്കെ കിട്ടും. ആ പൊട്ടാഷ് വളം ലൈറ്റായിട്ട് വേരിനോട്, അതായത് തണ്ടിനോട് ചേർന്നിട്ടല്ല പറയുന്നത്, കുറച്ചൊന്ന് വിട്ടിട്ട് നമുക്ക് ഒരു അടി ഗ്യാപ്പിൽ ചെറിയൊരു തടമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ചെറുതായിട്ടൊരു കുറേശ്ശെ നമുക്കൊന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാലും, എന്നിട്ട് നല്ല രീതിയിലൊരു നനവും വേണം കേട്ടോ. നനവുള്ള സമയത്ത് വേണം ഈ വളമൊക്കെ ചെയ്യാൻ. അങ്ങനെ ഒന്ന് വളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ പൂ പിടുത്തവും കായ പിടിക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. ഇനി അതല്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, തൈരുണ്ടല്ലോ, നമ്മുടെ മോര്, അത് നല്ല രീതിയിൽ ഒരു 2-3 ദിവസം നല്ല രീതിയിൽ പുളിപ്പിക്കുക. അത് നന്നായി പുളിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈവനിങ്ങിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ നല്ല ചൂടുള്ളൊരു സമയത്ത് മോർണിംഗിൽ തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മളൊന്ന് തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ആഷ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സാധാരണ ചാമ്പൽ എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ചാരം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ ചാരത്തിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡൈല്യൂഷൻ വരുത്തിയതിന് ശേഷം അതും ഒന്ന് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള എഫക്റ്റ് കാണും. അതോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഉറുമ്പിനെയും നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനും സാധിക്കുന്നുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഉറുമ്പുകളെയൊക്കെ അകറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ പെസ്റ്റിസൈഡ് പോലുള്ള എന്തെങ്കിലും തന്നെ പ്രയോഗിക്കേണ്ടി വരും. പക്ഷെ അതല്ലെങ്കിലും ഈ തൈരിൽ അല്ലെങ്കിൽ ഈ മോര് നല്ലപോലെ പുളിപ്പിച്ചതിൽ മഞ്ഞപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഉറുമ്പിൻ്റെ ശല്യം നല്ല രീതിയിൽ കുറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പൂ പിടുത്തവും കായ പിടുത്തവും ഒക്കെ നല്ല രീതിയിൽ കൂടും. മെയിനായിട്ട് നോക്കേണ്ടത് 3-4 വർഷങ്ങളെങ്കിലും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പൂവ് കായായിട്ട് മാറാനുള്ളൊരു സാധ്യതയുള്ളൂ. ആദ്യമുണ്ടാകുന്ന 1-2 തവണ അല്ലെങ്കിൽ 4 തവണ 5 തവണ വരെയൊക്കെ ഈ ഫ്ലവർ ചെയ്തത് മുഴുവൻ കൊഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയും. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വേനൽക്കാലത്ത് നല്ല രീതിയിലുള്ള നന വേണം. കാലത്തും വൈകിട്ടും ചെറിയ രീതിയിലെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചെറിയ ചെടികളാണെങ്കിൽ 1-2 വർഷം പ്രായമുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഓലയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു മറ കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോയി ചെടി തന്നെ മൊത്തത്തിൽ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഷെയ്ഡിൽ നല്ല രീതിയിൽ വെയിൽ കിട്ടണം ചെടിക്ക്, എങ്കിൽ മാത്രമേ പൂവും കായൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ആദ്യത്തെ 2-3 കൊല്ലം ചെടിയെ വലിയ വെയിലൊന്നും ഏൽക്കാതെ ഒന്ന് സംരക്ഷിച്ച് നിർത്തിയാലും കുറേ കമ്പുകളൊക്കെ പിടിച്ച് നല്ല രീതിയിൽ പൂവും കായൊക്കെ ഉണ്ടാവാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, താങ്ക് യു.